നമസ്കാരം. ഹിരണവർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ ഒരു അൺബോക്സിംഗ് ആണ്. ഇത് നാട്ടിൽ നിന്ന് വന്ന ഒരു പെട്ടിയാണ്. ഇതിലിപ്പോൾ ഈ കാണുന്നത് മുഴുവൻ മോൾക്കുള്ള ഡ്രസ്സുകളാണ്. അവൾ കൂടുതലും ഉടുപ്പുകളാണ് ഇടുക. അപ്പോൾ നാട്ടിലത്തെ ഡ്രസ്സുകളാണ് കുറച്ചും കൂടിയും അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് മാത്രമാണോ എന്നറിയില്ല, സെലക്ഷനും അതേപോലെ തന്നെ ഡെയിലി ഉപയോഗിക്കുമ്പോഴേ നമുക്ക് വല്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നല്ല കോട്ടൺ ഡ്രസ്സുകൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ ചേച്ചി വാങ്ങിച്ചയച്ചു വന്നതാണ്. പിന്നെ ഈ ഒരു ബോക്സിലെന്ന് വെച്ചാൽ ചേച്ചി കുറച്ച് പലാസോ എനിക്ക് വേണ്ടി തയ്ച്ചു വന്നതാണ്. ആ റെഡൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഒരു 4 പലാസോയും തയ്പ്പിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഓർണമെൻറ്റ്സ് ആണ്. അതായത് ഇതിപ്പോൾ ഈ ഒരു പാഴ്സൽ ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഈ ഒരു ദിവസം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ ഡാൻസിന് മുമ്പ് കിട്ടി. ഇതിൽ ഫുൾ സെറ്റ് ഉണ്ട്. ഇതും പിന്നെ ഇതിൻ്റെ അടിയിൽ ആസനത്തുണ്ട്. ഇത് നെക്ലസ്, ഇത് കമ്മൽ, ഇത് മറ്റേ ചുട്ടി, ഇത് മുടിയുടെ അതിനെന്താ പറയുക എനിക്കറിയില്ല. ഇത് ബെൽറ്റ്, കുഞ്ചലം, ഹാരം, വള. ഇത് മോൾക്ക് പറ്റുള്ളൂ കേട്ടോ. ഇത് 2 മോതിരം ഉണ്ട് അതിൽ. ഞാൻ നോസ് റിങ്ങർ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഞാൻ അത് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ മാട്ടി. ഇത്രയും സാധനങ്ങൾക്ക് വീട്ടിലെ പെപ്പറ് ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ടൊമാറ്റോ കാണാൻ പറ്റുമോ അറിയില്ലേ. അത് ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നിറച്ചിട്ടതേ. സീ ലുക്ക് അറ്റ് ദിസ്. കാണാൻ പറ്റില്ലതേ. There's more there. എങ്ങനെയാണ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് ഞാൻ ത്രെഡ് ഇട്ട്, വലിയ ത്രെഡും വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ചെറിയ ത്രെഡ് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചത്. ഹോപ്പ് ദിസ് ഇസ് ഗുഡ്. ഇതെൻ്റെ ഒരു ശീലമാണ്. ഡാൻസിന് മുമ്പ് എൻ്റെ എല്ലാ ഓർണമെൻറ്റ്സും അതിനുവേണ്ട സാധനങ്ങളും ആക്സസറീസും എല്ലാ ഓർണമെൻറ്റ്സൊക്കെ ബെഡിൻ്റെ മുകളിൽ നിരത്തി വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം ആകെ ബഹളമായിരിക്കും. ഇതന്ന് ഡാൻസിന് മുമ്പ് എല്ലാം നിരത്തി വെച്ചതാണ്. വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനത് എല്ലാവർക്കും ഇത് ഓക്കെ ആവുമെന്ന് അറിയില്ല. ഞാൻ ഷെയർ ചെയ്ത്, അതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് എൻ്റെ ചില ഇത് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത് പിന്നത്തെ ദിവസം ഞങ്ങൾ സിനിമ കാണാൻ പോയത്, കുറേ കാലത്തിന് ശേഷം. അത് അവസാനം ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് തോന്നുന്നത് മറ്റേ മാളികപ്പുറം തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോയത്. ഏത് സിനിമയാണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പോഴത്തെ ട്രെൻഡിങ് സിനിമ ഏതാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ പോയി. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. സൺഡേ എന്നാ ഡേറ്റ് 24. അപ്പോൾ ഇന്ന് മകളുടെ ഡാൻസ് ഉണ്ട് അമ്പലത്തിൽ പ്രതിഷ്ഠാദിനം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 17-ാം തീയതി എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ചില ഡാൻസുകൾ കളിച്ചിരുന്നു. പക്ഷേ ഇത് ഭരതനാട്യമാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ. അപ്പോൾ അതൊരു ഫ്യൂഷൻ പോലെയായിരുന്നു. മോഹിനിയാട്ടം, ഭരതനാട്യം, ഒരു സെമി ക്ലാസിക്കൽ അങ്ങനെ ഇട്ടുള്ളവരായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല. ഈ പറഞ്ഞ പോലെ തിരക്കും, പിന്നെ ഈ പറഞ്ഞ പ്രാക്ടീസ് അത് ഇതെന്ന് പറഞ്ഞിട്ടാകത്തെ. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഇടാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മകളുടെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചെന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ കൊണ്ടുപോകും. ഇന്നിപ്പോൾ ഓൾറെഡി 10 മണിയായി. സമയം കാണാൻ പറ്റുമോ എന്നറിയില്ല. ഓൾറെഡി 10 കാലാവണു. അപ്പോൾ അവളെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കില്ലാത്തതുകൊണ്ട് എന്താ പറയുക, അവളെ മാത്രം പുറപ്പെടുവിച്ചാൽ മതി, സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേ, എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയ വിശദമായിട്ടൊന്നുമില്ല, കാരണം അല്ലാന്നുണ്ടെങ്കിൽ മുഴുവെടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരം വൈകും. അപ്പോൾ എനിക്ക് ഇവരെ കൊണ്ട് 1 മണിയാകുമ്പോഴേക്കും അവിടെ അമ്പലത്തിലെത്തണം. ലൈറ്റ് മുകളിലത്തെ സൂര്യൻ ഒന്ന് മങ്ങി. അപ്പോൾ അതെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളൊന്ന് ഈ ഒരു ദിവസം എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം.
അതേപോലെ തന്നെ അപ്പോൾ അവളുടെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഓർണമെൻറ്റ്സൊക്കെ ഞാനൊന്ന് ശരിയാക്കി വെക്കാനുള്ള പരിപാടിയാണ്. അതും കൂടി കാണിച്ചു. ബാക്കിൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം. അവൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുടി സാധനങ്ങൾ മാല ഇത് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇത് നെക്ലസ്, പിന്നെ ഇത് അവൾ അവളുടെ ചുട്ടി. ഇത് എല്ലാവർക്കും ഒരേപോലെ മാച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത്, പിന്നെ ഈ കമ്മലാണ്, ഇതെൻ്റെ കമ്മലാണ്. അവൾ ഇടാമെന്ന് പറഞ്ഞു. വലിയ വെയിറ്റ് ഇല്ല ഞാൻ. അപ്പോൾ വള, പിന്നെ ഇത് ഒട്ടിയാണ്, പിന്നെ ഈ ഡ്രസ്സ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിൻ്റെ സ്റ്റേജിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഡാൻസ്, സെയിം ഡാൻസിന് ഇത് ആക്ച്വലി അമ്പലത്തിലെ ഡ്രാമ, കുട്ടികളുടെ ഡ്രാമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡ്രാമയിൽ ഒരു 2-3-4 പാട്ടുകളുണ്ട്. എനിക്കൊന്ന് 3 പാട്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും അതിലത്തെ ഒരു പോർഷനാണ് ഒരു ഡാൻസാണ് ഇവരുടെ. അപ്പോൾ കുട്ടികളുടെ ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ അമ്പലത്തിൽ ഗോഡ്സ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം സ്പിരിച്വൽ പഠിപ്പിക്കുന്ന ഇതുണ്ട്. അപ്പോൾ അതിലത്തെ കുട്ടികൾ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവൾ അതിൽ ഡാൻസിൻ്റെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി അവർ കളിച്ചിട്ടുണ്ട്, ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്, അതെല്ലാ പ്രാവശ്യം ഈ പ്രതിഷ്ഠയുടെ സമയത്ത് മിക്കതും അങ്ങനെയാണ് കേട്ടത്, പ്രതിഷ്ഠയുടെ സമയത്ത് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നത്, എനിക്ക് പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്യാൻ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മേക്കപ്പിൻ്റെ. അപ്പോൾ ലെറ്റ്സ് ട്രൈ. മാക്സിമം ഞാൻ ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് ഇടും, പുരികം വരയ്ക്കും, കണ്ണെഴുതും, മുഖത്ത് ഒരു ടിൻറ്റഡ് ഇതുണ്ട്, സൺസ്ക്രീമുണ്ട്, അത് മാത്രമേ ചെയ്യാറുള്ളൂ. അതാണ് എൻ്റെ മേക്കപ്പ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ഞാനും ഡാൻസ് ചെയ്യാൻ തുടങ്ങി, അവളും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എത്ര എക്സ്ട്രാ ഒരാളെ നമ്മൾ കഷ്ടപ്പെടുത്തുക. അപ്പോൾ നമ്മളത് പഠിച്ചേ പറ്റൂ. എന്തായാലും അവളെ പുറപ്പിടിച്ച് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സും കൂടി ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി അമ്പലത്തിലാണ്. കാരണം ആളവിടെ എന്താ പറയുക, പൂജയ്ക്കും അല്ലെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമാണ് പോണതിപ്പോൾ. അപ്പോൾ അത് ആകെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഈ ഓട്ടം, ആ സമയത്തിന് എത്തുകയും വേണം. അപ്പോൾ ഞാനും മക്കളും കൊണ്ട് നല്ല സ്പീഡിലാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ നിർത്തിയില്ല, അവിടെ സമയത്തിന് എത്തിയേ പറ്റുള്ളൂ, കുട്ടിയെ എത്തിച്ചേ പറ്റൂ. അപ്പോൾ ഇത് അമ്മയുടെ ശ്രാദ്ധമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഞാനീ പറഞ്ഞ പോലെ മെയിൽ എൻ്റെ ഡാൻസിൻ്റെ സമയത്തും അതേപോലെ തന്നെ മോളുടെ ഡാൻസിൻ്റെ സമയത്തും കുറച്ചുകൂടി എക്സ്ട്രാ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ ഡാൻസിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യണം, ഭരതനാട്യം ചെയ്യണം മറ്റു 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ അവരിവിടെ വന്ന് ഇവിടെ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്, വീട്ടിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒപ്പം ഒന്നുകൂടി 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ 25 വർഷത്തിന് ശേഷമാണ് ചെലങ്ക കെട്ടുന്നത്. അല്ലാണ്ട് ഡാൻസുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെമി ക്ലാസിക്കലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ചെലങ്ക കെട്ടിയിട്ടൊന്നും ചെയ്തത്. ഇപ്പോൾ ശരിക്കും ക്ലാസിക്കൽ ഇതായതുകൊണ്ട്, ഭരതനാട്യം തന്നെ ആയതുകൊണ്ട് 25 വർഷത്തിന് ശേഷം ചെലങ്ക കെട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 1-2 പ്രാവശ്യമെങ്കിലും ഒന്ന് അത് എന്താ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷൻ. കാരണം അത് ശരിക്കും നമ്മൾ സ്റ്റെപ്സ് ഇത് ആകെ കലപില സൗണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, മേക്കപ്പ് ചെയ്യാൻ ചെയ്തപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ പണ്ട് അതും എത്ര ഈ പറഞ്ഞ 25 വർഷം അപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇടയിൽ മോള് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോവുക ചെയ്തത്. അപ്പോൾ 25 വർഷം മുമ്പേ ഞാൻ ചെയ്തതാണ്. പക്ഷെ അന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ ആരെങ്കിലും മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ നമ്മളെ ചെയ്ത് നമ്മളങ്ങോട്ട് സ്റ്റേജിൽ കയറുക, അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്തിട്ടില്ല. കൂടുതലും സിനിമാറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ എന്താ പറയുക സെമി ക്ലാസിക്കൽ ടൈപ്പൊക്കെ ചെയ്തിട്ടുള്ളൂ.
അതൊക്കെ പിന്നെ സാധാ മേക്കപ്പ് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ പോലെ മേക്കപ്പ് ഇനി പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇനി എന്താ പറയുക ഓരോന്നോരോന്ന് വാങ്ങിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് പറയണേ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൽ അവർക്ക് രണ്ടുപേർക്കും നല്ലോണം മേക്കപ്പ് ചെയ്യാനറിയാം. അപ്പോൾ ഒരു കുട്ടി എല്ലാ സാധനങ്ങളും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യിക്കണം, അവർക്ക് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ചെയ്ത് അവസാനം കുറച്ച് നേരം വൈകി. അപ്പോൾ ഞാൻ ആകെ ബഹളമായിരുന്നു. എന്താ പറയുക, ഹൈ സ്പീഡിലായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് ടിക്കറ്റും അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ പറയണമെങ്കിൽ കുറച്ച് നേരം വൈകി എന്ന് പറയാം, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇതായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും കളിച്ചു, അതൊരു സമാധാനം. എന്ന് വെച്ചാൽ എത്രക്കൊക്കെ ഇതായി കഴിഞ്ഞാലും നമ്മളത് ഫൈനലി നല്ലോണം കളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സമാധാനം. കുറച്ച് റീൽസും പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, അപ്പം എന്തായാലും അങ്ങനെയായിരുന്നു. പിന്നെ മോളുടെ ആണെങ്കിൽ അത് ഞാനത് മേക്കപ്പ് ചെയ്യുന്നതെല്ലാം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ബിഹൈൻഡ് ദ സീൻ ആയിരുന്നു. പക്ഷെ നല്ല മോശമില്ലാണ്ട് ഇവള് മാത്രമാണ് ശരിക്കും ഒരാഴ്ച മേക്കപ്പ് ചെയ്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ അതെ, അപ്പോൾ മെയിലത്തെ ഒരു അകക്കൂടിയുള്ളൊരു അവിയൽ വരുവായിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ആണ്, പക്ഷെ അതിൽ ഞാൻ അത്ര എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു ഈവനിങ്, ഞങ്ങളുടെ എങ്ങനെയാണ് ഈവനിങ് എന്നുള്ളൊരു ഇതും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം, എന്നിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കുറേ എടുക്കണം എന്ന് വിചാരിക്കും, കുറേ എടുക്കുകയും ചെയ്യും. പക്ഷേ അത് കഴിയുമ്പോഴേക്കും എഡിറ്റ് ചെയ്യാനുള്ള സമയം എന്താ പറയുക ഒരുപാട് വൈകി കഴിഞ്ഞ് പിന്നെ വിചാരിക്കും ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു, പിന്നെ ഇനി ആദ്യം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ആർക്കും അറിയില്ല, ചിലപ്പോൾ ആർക്കും അറിയും, ചാൻസ് ഇല്ല ആരും നോട്ട് ചെയ്യാൻ. പക്ഷെ എന്നാലും ഞാൻ നോട്ടീസ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കയറ്റാനുള്ളൊരു മടിയല്ല, സമയമില്ലായ്മ. അപ്പോൾ ഇനി ചെയ്യണം എന്നാണ്. എന്തായാലും ഞാൻ ഒന്നും മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക വീഡിയോയിലും പറയും അടുത്ത പ്രാവശ്യം തൊട്ട് അടുത്ത പ്രാവശ്യം ഒരിക്കലും വരില്ല, അത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യമേ മിണ്ടണില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്ന വരെ